നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരു ഫംഗ്ഷനിൽ നമ്മുടെ ഫഹദ് ഫാസിൽ ഇങ്ങനെ എങ്ങോട്ടോ നോക്കിയിരിക്കുന്ന ഒരു ചിത്രം വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു. ഇയാൾക്ക് എന്ത് പറ്റി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇയാൾ അടിച്ച് കിളി പോയിരിക്കുകയാണോ എന്നുള്ള രീതിയിലായിരുന്നു ഇത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നത്. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങളോട് പങ്കുവെക്കുന്നത്. ഇതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഫഹദ് ഫാസിൽ മറ്റൊരു ഫംഗ്ഷനിൽ വെച്ചിട്ട് തനിക്ക് ADHD എന്ന് പറയുന്ന ഒരു അസുഖം സ്ഥിരീകരിച്ചതായിട്ട് പറയുന്നുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ ഒരു 42, 43 വയസ്സായ കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹം ഒരു ADHD ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് അദ്ദേഹത്തിന് ആദ്യമായിട്ട് മനസ്സിലായതെന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിൽക്കുന്ന താരമാണ് ഫഹദ് ഫാസിൽ. സിനിമ കഴിഞ്ഞാൽ തന്റേതായ ലോകത്തേക്ക് ഒതുങ്ങുകയാണ് ഫഹദ് മിക്കവാറും ചെയ്യാറുള്ളത്. ഈവന്റുകളിലോ അഭിമുഖങ്ങളിലോ ഒന്നും തന്നെ അധികം പങ്കെടുക്കാറുമില്ല. വല്ലപ്പോഴും ചില പരിപാടികൾക്കെത്തുമ്പോൾ ഫഹദ് ചർച്ചാ വിഷയം ആകാറുമുണ്ട്. കഴിഞ്ഞ ദിവസം ഫഹദ് ഫാസിൽ പങ്കെടുത്ത ഈവന്റിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. സാമുവൽ വർഗീസ് ബൂഹിൽ ഫൗണ്ടേഷന്റെ 1ാം വാർഷികത്തിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു താരം. കണ്ണിമ ചിമ്മാതെ ഫഹദ് എങ്ങോട്ടോ നോക്കിയിരിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. ഫഹദിന്റെ ചിന്ത മറ്റെവിടെയോ ആണെന്നും നടൻ എന്തിനെക്കുറിച്ചോ ചിന്തിച്ചു കൂട്ടുന്നു എന്നും ചോദ്യങ്ങൾ വന്നു. പലരും പരിഹാസ കമന്റുകളുമായി ഈ ഫോട്ടോയ്ക്ക് കീഴെ എത്തുകയും ചെയ്തു. എന്നാൽ ഫഹദിന്റെ സാഹചര്യം മനസ്സിലാക്കേണ്ടതുണ്ടെന്നും അഭിപ്രായങ്ങളുമുണ്ട്. ADHD ഉള്ള ഒരാളാണ് ഫഹദ് ഫാസിൽ. ഈ അവസ്ഥയിലുള്ളവർ പെട്ടെന്ന് ചിന്തകളിൽ ആഴ്ന്നിറങ്ങി പോകുന്നത് പതിവാണ്. എല്ലാവരും കളിയാക്കാൻ തുടങ്ങി. ആ അവസ്ഥ വന്നാൽ അറിയാം, ഫഹദിന്റെ അവസ്ഥ എനിക്കും ഉണ്ടായിട്ടുണ്ട്, ഞാൻ അനുഭവിക്കുകയാണ് എന്നിങ്ങനെ നിരവധി കമന്റുകൾ ഈ ഫോട്ടോയ്ക്കടിയിൽ വരുന്നുണ്ട്. മുൻപ് ഒരു പരിപാടിക്കിടെ ഫഹദ് താൻ ADHD ഉള്ള വ്യക്തിയാണെന്ന് പൊതുസമൂഹത്തോട് തന്നെ നേരിൽ പറഞ്ഞിരുന്നു. 2024 തനിക്ക് ADHD ഉണ്ടെന്ന് ഫഹദ് ഫാസിൽ തിരിച്ചറിയുന്നത്. തന്റെ 41ാം വയസ്സിലാണ് ADHD തനിക്ക് മനസ്സിലായി തുടങ്ങിയത്. ഞാൻ ക്ലിനിക്കലി ADHD ഡയഗ്നോസിസ് ആണ്. ചില രീതിയിലുള്ള ഡിസോർഡറുകൾ എനിക്കുണ്ട് എന്നാണ് ഫഹദ് അന്ന് വേദിയിലൂടെ പൊതുജനത്തോട് പറഞ്ഞത്. ബോളിവുഡ് നടി ആലിയ ഭട്ടും തനിക്ക് ADHD ഉള്ള കാര്യം തുറന്നു പറഞ്ഞിരുന്നു.